നിങ്ങളോട് കാണരുത് എന്ന് പറയാനും മാത്രം വലിയ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാൽ എന്തായാലും കണ്ടിരിക്കണം എന്ന് പറയാനും എനിക്ക് തോന്നുന്നില്ല. അതുമാതിരി ഒരു പടം കാന്താര ചാപ്റ്റർ 1, ആദ്യത്തെ കാന്താരയുടെ രണ്ടാം ഭാഗമായിട്ട് ഇറങ്ങിയ സാധനം. പക്ഷെ എനിക്കതൊരു ഭയങ്കര, ഞാനത് അത്രയും പ്രതീക്ഷിച്ചു. ആദ്യം രാവിലത്തെ, കാരണം ഞാൻ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് വൈകുന്നേരത്തതിനാണ് പോകുന്നത്. അപ്പം ആദ്യത്തെ ഒരു കുറേ റിവ്യൂസ് അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര സംഭവം, ഋഷഭ് ഷെട്ടി ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടു. എനിക്കത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അതിൻ്റെ കുറച്ച് കാരണങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, അതിലെ ഒരു വില്ലൻ എന്ന് പറയാവുന്ന, ഞാൻ അതിനെക്കുറിച്ച് മൊത്തമായിട്ട് റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു രാജാവുണ്ട്. പുള്ളിക്കാരൻ രാജാവാണോ അല്ല അവിടുത്തെ ഏറ്റവും വലിയ കുടിയനാണോ എന്നൊക്കെ ഒരു സംശയം തോന്നും. ഒരു രാജാവാകുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കൊടുത്ത് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ എന്തിനാണ് അതിൽ കാസ്റ്റ് ചെയ്ത് വെച്ചതില്ല എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം വെച്ചാൽ അയാൾ രാജാവിൻ്റെ യാതൊരു രീതിയിൽ ഇതും കാണുന്നില്ല. പിന്നെന്ന് പറയുമ്പം നമ്മൾ കാന്താര ഫസ്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഒരു ദൈവികത, അത് ജനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് ആ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടിട്ടാണ് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ബേസ് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിൽ വെച്ചിട്ട് എന്ത് വേണം കളിക്കാം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ കൂടിയും, സ്പേസ് ഉണ്ടെങ്കിൽ കൂടിയും ഇവരത് ചെയ്തു വെച്ചത് അത്ര വൃത്തിയിലാണ് എനിക്ക് തോന്നിയില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇതിങ്ങനൊരു വേൾഡ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പാലിക്കണം എന്നില്ല ആ ഒരു സംഭവങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്നൊരു രീതിയിൽ ഇന്നതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കൈയടിച്ചോളും എന്നുള്ള രീതിയിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു കാട്ടുവാസികളുടേതായിട്ട് യാതൊരു ഇതും കാണുന്നില്ല. അവരൊരു നാട്ടിലേക്ക് എത്തിപ്പെട്ടാൽ അവിടെ വന്നിട്ട് പെട്ടെന്ന് ആ ഒരു സാധനം എല്ലാം കൂടി തിരിച്ചെടുക്കുന്ന ഒരു ഇതിലേക്കൊന്നും എനിക്ക് ബിലീവ് ചെയ്യാനേ പറ്റിയില്ല. പിന്നെന്ന് വെച്ചാൽ ആദ്യ പകുതിയിൽ കുറച്ച് കോമഡി കൊണ്ടുവന്നെങ്കിലും ഓക്കെ, കാന്താരയിൽ സ്വാഭാവികമായിട്ടുണ്ട്, ഓക്കെ, ഇതിലും അത് കൊണ്ടുവരുന്നതിനൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു യുദ്ധത്തിൻ്റെ സമയത്ത് പോലും മൊത്തം കോമഡി ആക്കുമ്പോൾ അതൊരു ചീപ്പ് സംഭവം. കാരണം വെച്ചാൽ നമ്മൾ ആ അത്രയും പീക്ക് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്ത് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഭയങ്കര ഉദ്വേഗജനകമായിട്ട് നമ്മളെ കൊണ്ടുപോയി വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പഴയ സ്ഥലത്ത് പോയി, അതെവിടെ പോയതൊക്കെ നിങ്ങൾ വേണം സിനിമ കണ്ടിട്ട് മനസ്സിലാക്കോ. അടുത്ത് ഒറ്റയടിക്ക് ഇവരെല്ലാം ഇത് നമ്മൾ ഏറ്റെടുക്കുന്നു, നമ്മൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ലോജിക്കില്ലല്ലോ. പോട്ടെ, എന്നാലും കാണാനൊരു രസമുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ തമാശ കൊണ്ടുവരാൻ തുടങ്ങി. കാരണം നമ്മളാ ഉദ്വേഗജനകമായ രീതിയിലേക്ക് ഇങ്ങനെ ഇഴകിച്ചേരാൻ നിൽക്കുമ്പോഴാണ് ഒരു യുദ്ധം കൊണ്ടുവരുന്നത്. അതിലാണെങ്കിൽ ഞാൻ പറയാം, ബാഹുബലി ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടും കണ്ടു, സെക്കൻഡ് പാർട്ടും കണ്ടു. അതിനുശേഷം വരുന്ന പഴയ കാലത്ത് ഏത് യുദ്ധം എടുത്തു നോക്കിയാലും അതിൽ വരുന്ന കുറച്ച് സാധനങ്ങളാണ്. എല്ലാവരും ചറവറ അമ്പ്, ഓപ്പോസിഷൻ വരുന്ന സമയത്ത് തന്നെ അമ്പ് ചെയ്യുന്നു. അപ്പം അമ്പ എങ്ങനെ തടുക്കണം, എല്ലാവരും മറ്റേ പരിചയം വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് എല്ലാ കയ്യിലും ബാക്കിൽ നിൽക്കുക, അമ്പെല്ലാം വന്നിട്ട് പരിചയം തടുത്തോളൂ. ഇത് ബാഹുബലി സെറ്റാക്കിയൊരു സാധനമാണ്, അത് ഡിഫോൾട്ടായിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു ഉണ്ട, അതിങ്ങനെ ആകാശത്തെ കൂടി ഇങ്ങനെ പറന്നു എന്നുള്ള അതിൽ തീ ഉണ്ടാവും, അത് അടുത്തത്. ഇങ്ങനെ ബാഹുബലി സെറ്റ് ചെയ്ത് വെച്ച ഒരുപാട് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളൊക്കെ അതാണ് പഴയ കാലം എന്നുള്ള രീതിയിൽ എല്ലാ പഴയ കാലത്തെ യുദ്ധങ്ങളിലും ഇപ്പം അത് വരുന്ന കാണുന്നുണ്ട്. ഇത് ഈ രണ്ട് സിനിമകൾ മാത്രമൊന്നുമല്ല, ഞാൻ വേറെയും കുറച്ച് വിട്ടുപോയി, അതിന് ഞാൻ ഓർത്തെടുത്തെല്ലാം പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഞാൻ ആ ക്ലൈമാക്സത്തെ ഒരു ഏരിയയിലുണ്ടല്ലോ, അതല്ല ഇതിനെക്കാട്ടി നല്ല വൃത്തി ഞങ്ങൾക്ക് കാഞ്ചന 4 or 3 അതിലാ മറ്റോ ഉണ്ട്. അതിൽ ഇവൻ മറ്റേ വയസ്സായിട്ടുള്ളൊരു ലോറൻസ് വേഷം ഇട്ടിട്ട് അവർ ചെയ്യുന്ന സ്പേസ് ഉണ്ട്. അത് ഇതിനെക്കാട്ടിയും വൃത്തി ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു.
പിന്നെ ഇതിൽ ആകെ ചെയ്തു വെച്ചത് കുറച്ച് VFX കാര്യങ്ങൾ, പുലി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇനി എവിടെ നിന്നാണ് ആ കുട്ടി വന്നത് പുലിൻ്റെ ഇതിലെന്ന് വെച്ചാൽ അത് ഒരാൾക്കും അറിയില്ല. പെട്ടെന്നൊരു കുഴിക്കാത്തൊരു കുഞ്ഞിനെ കാണുന്നുണ്ട്, പുലിനെ കാണുന്നുണ്ട്. ഓക്കെ, കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നു, ഒരു പ്രശ്നവുമില്ല. അപ്പം ഇതാണ് എൻ്റെ കാന്താര. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കത് ഭയങ്കര ലെജൻഡറി സാധനമായി തോന്നിയോ, അല്ല പിന്നെ കൈകൊട്ടിപ്പാടി അടുത്ത പരിപാടി ആക്കിയോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ പാട്ട് വരാഹരൂപം അവരത് പൈസ കൊടുത്ത് വാങ്ങിയെന്നാണ് തോന്നുന്നത്, അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത മറ്റേ ആ ഒരു സങ്കടപ്പെട്ടില്ല പാട്ട്, ആ പാട്ടാണെങ്കിൽ അത് മറ്റേ ഇല്ല അതേ സാധനം തന്നെയാണ്. അതിലത്തെ ലിറിക്സ് കുറച്ച് മാറ്റിയെന്നേ ഇല്ലു, ആ സാധനമല്ലേ. ബാക്കി പാട്ടുകളൊന്നും എനിക്കൊരു ഭയങ്കരമായിട്ട് തോന്നിയിട്ടേ ഇല്ല. പിന്നെ ഈ പറയുന്ന സെറ്റൊക്കെ അടിപൊളിയായിരുന്നുണ്ടോ. കാരണം ആ മലേൻ്റെ മുകളിൽ നിന്ന് അവർ ആ മല രഥത്തിനിങ്ങനെ വരുമ്പോൾ ഓരോ വീടുകളെല്ലാം തകർക്കുന്ന അങ്ങനെ സെറ്റുകളെല്ലാം ഗംഭീരം. ആ ഒരു പിന്നെ എന്താണ് അമ്പലത്തിന് സെറ്റ് ഇട്ടതും, രാജാവിൻ്റെ പിന്നെ കൊട്ടാരം സെറ്റ് ഇട്ടതും, ജയിലറ, ഇതെല്ലാം ഗംഭീരം മനോഹരം. മറ്റേ കാട്ടിൻ്റെ ഉള്ളിലത്തെ ഈ പിന്നെ ആദിവാസികളെ കുടിലുകൾ കാര്യങ്ങൾ, ആ ഏരിയ, കാട്, പിന്നെ നമ്മളെ ഗോത്രവർഗക്കാരെടുക്കാൻ പോകുന്ന എല്ലാം ഗംഭീരം. പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഫൈറ്റൊന്നും പറയേ വേണ്ട, അതെല്ലാം അതിമനോഹരം. പക്ഷെ ഇതിന് ഈ ക്ലൈമാക്സിനോടനുബന്ധിച്ച് സാധനം കൊണ്ട് കളഞ്ഞു. മൂന്നാമത്തെ പാർട്ട് വരുന്നുണ്ട് പറയുന്നുണ്ട്, പൈസ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ആക്കാമല്ലോ. മാക്സിമം പൈസ നടട്ടെ, തേർഡ് പാർട്ട് വരട്ടെ, അതെങ്കിലും കുറച്ച് ലോജിക്കലായിട്ടും വിഷ്വലായിട്ടും എല്ലാ രീതിയിലും നമുക്ക് സംതൃപ്തി തരട്ടെ. ഒന്നുമില്ലെങ്കിലും ജനങ്ങളുടെ, അല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥിരം കാണുന്ന ഒരാൾക്കാരുടെ, അല്ലാണ്ട് ബിംബങ്ങൾ കൊണ്ടുവന്നിട്ടും പിന്നെ എന്താണ് ഹിസ്റ്ററിയിൽ എന്തൊക്കെയോ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിയിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഓക്കെ, ഗുഡ് ബൈ.